പ്രിയമുള്ളവരെ നമസ്കാരം. KFP യൂത്ത് ഫോറത്തിൻ്റെ ഹെൻക ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സാരംഗ്. റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി കൺസെഷൻ നിരക്കിൽ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. റെയിൽ 1 ആപ്ലിക്കേഷനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുകയാണ്. ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. റിസർവേഷൻ ടിക്കറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്യാം. റിസർവേഷൻ ടിക്കറ്റുകൾ നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും. റെയിൽ മദത്, ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പരാതികൾ നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി ബോധിപ്പിക്കാം. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി ലഭ്യമാണ്. റെയിൽ 1 ആപ്ലിക്കേഷനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മൾ ഹെൻകയിൽ ചെയ്തിട്ടുണ്ട്. അത് ആദ്യ കമൻറ്റിൽ പിൻ ചെയ്ത് വച്ചേക്കാം, ആവശ്യമുള്ളവർ പരിശോധിക്കാം. അപ്പോൾ നമുക്ക് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് റിസർവേഷൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായിട്ട് റെയിൽ 1 ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷനിൽ കയറി എങ്ങനെയാണ് കൺസെഷൻ നിരക്കിൽ ടിക്കറ്റുകൾ എടുക്കുന്നതെന്ന് പെട്ടെന്ന് പരിശോധിച്ച് പോവാം. ഓക്കെ, റെയിൽ 1 ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് റെയിൽ 1 ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നവർ ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഫോൺ നമ്പറും പേരും മെയിൽ ID ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഇനി ഓൾറെഡി IRCTC ഒക്കെ ചെയ്തവരാണെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെയിൽ 1ലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെയിൽ 1 ആപ്ലിക്കേഷനിൽ നമ്മൾ കയറിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം. റിസർവ് ടിക്കറ്റ് സിസ്റ്റം, അതായത് റിസർവേഷൻ ടിക്കറ്റുകൾ നമുക്ക് എടുക്കാം. റിസർവേഷൻ ടിക്കറ്റുകൾ നമുക്ക് എടുക്കാം. പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കാം. ട്രെയിൻ സെർച്ച് ചെയ്യാം. PNR സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് റെയിൽ 1 ആപ്ലിക്കേഷൻ ലഭ്യമാണ്. നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് കാണാൻ പറ്റുക മൈ ബുക്കിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റെയിൽ 1 ആപ്ലിക്കേഷനിൽ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുന്നേ എടുത്ത ടിക്കറ്റുകളൊക്കെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ജനറൽ ടിക്കറ്റുകൾ, റിസർവേഷൻ ടിക്കറ്റുകൾ എങ്ങനെയാണ് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി എടുക്കുന്നതെന്ന് പരിശോധിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ബുക്ക് റിസർവേഷൻ എന്നുള്ളൊരു ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു അടുത്തൊരു പേജിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിൽ സീസൺ ടിക്കറ്റുകൾ നമുക്ക് എടുക്കാം. പിന്നെ താഴെയുള്ളൊരു ഓപ്ഷൻ ഔട്ട്സൈഡ് സ്റ്റേഷൻ എന്നതാണ്. നമുക്ക് പേപ്പർലെസ് ടിക്കറ്റാണ് വേണ്ടത് എങ്കിൽ ഔട്ട്സൈഡ് സ്റ്റേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പേപ്പർലെസ് ടിക്കറ്റ് കിട്ടണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ട്രാക്കിൻ്റെ പരിസരത്ത് നിന്നോ ട്രെയിനിൽ നിന്നോ നമുക്ക് പേപ്പർലെസ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സാധ്യമല്ല. സ്റ്റേഷൻ്റെ വെളിയിൽ നിന്ന് മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഔട്ട്സൈഡ് സ്റ്റേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. താഴെ നമ്മൾ വന്ന് നോക്കുക. മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം, അറ്റ് സ്റ്റേഷൻ എന്നുകൂടി ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എങ്കിൽ ഈ ടിക്കറ്റ് നമ്മൾ കൗണ്ടറിൽ ചെന്ന് പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്യുന്നില്ല. നമ്മൾ മുകളിൽ ഔട്ട്സൈഡ് സ്റ്റേഷൻ ഓൾറെഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെ 2 എഡിറ്റ് ബോക്സുകൾ കാണാം. ഒന്ന് ഫ്രമും 2 ടൂവും. അപ്പോൾ ഫ്രം സ്റ്റേഷനിൽ എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അതായത് എവിടെ നിന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, അതാണ് ഫ്രം സ്റ്റേഷനിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്രം സ്റ്റേഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഫ്രം സോഴ്സ്, ഇവിടെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പൂർണ്ണമായ പേരോ കോഡോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ തലശ്ശേരിയുടെ കോഡായിട്ടുള്ള TLY ടൈപ്പ് ചെയ്യാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ സജഷൻ വരും. തലശ്ശേരി TLY കേരള, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെ ടു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ്റെ പേരോ, അതായത് പൂർണ്ണമായ പേരോ കോഡോ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അവിടെ ഞാൻ തിരൂരിൻ്റെ കോഡായിട്ടുള്ള TIR ടൈപ്പ് ചെയ്തു. ഇനി മുകളിൽ സജഷൻ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. തിരൂർ TIR കേരള എന്ന് വന്നിട്ടുണ്ട്. നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി താഴെ പ്രൊസീഡ് ടു ബുക്ക് എന്ന ഓപ്ഷൻ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ പുതിയൊരു പേജിലേക്ക് കടന്നു. അവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നു. ആദ്യം ഇത് റിസർവേഷൻ ടിക്കറ്റ് ആണെന്ന് പറയുന്നു. പിന്നെ ഇവിടെ നിന്ന് എവിടേക്കാണെന്ന് കാണാൻ പറ്റും. തലശ്ശേരി ടു തിരൂർ എന്ന് കാണാം. തൊട്ട് താഴെ അതിൻ്റെ കോഡും നമുക്ക് കാണാൻ പറ്റും, TLY ടു TIR. ഇനി നമ്മൾ ട്രെയിൻ ടൈപ്പ്, ഏത് ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ആ ട്രെയിൻ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ യാത്ര ചെയ്യുന്നത് എക്സ്പ്രസ്സിനാണോ സൂപ്പർ ഫാസ്റ്റിനാണോ അതോ മറ്റേതെങ്കിലും ട്രെയിനാണോ അത് കൃത്യമായിട്ട് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ ഓപ്ഷനുകളാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ആദ്യമുള്ളത് മെയിൽ/എക്സ്പ്രസ്, അതായത് സാധാരണ എക്സ്പ്രസ്സുകളെയാണ് മെയിൽ അല്ലെങ്കിൽ എക്സ്പ്രസ് എന്ന് വിളിക്കുന്നത്. മെയിൽ/എക്സ്പ്രസ് എന്നാണ് ഇവിടെ കാണാൻ പറ്റുക. ഉദാഹരണമായിട്ട് മലബാർ എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ്,
പരശുറാം എക്സ്പ്രസ്, ഏറനാട് എക്സ്പ്രസ്, നേത്രാവതി എക്സ്പ്രസ്, ഇതൊക്കെ തന്നെ എക്സ്പ്രസ് ഗണത്തിൽ ഉൾപ്പെടുന്ന ട്രെയിനുകളാണ്. ഓക്കെ, ഇത് തൊട്ട് താഴെ സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ നമുക്കറിയാം മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്, മംഗലാപുരം ചെന്നൈ മെയിൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്, മംഗലാപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ്, ഇതൊക്കെ സൂപ്പർ ഫാസ്റ്റ് ഗണത്തിൽ ഉൾപ്പെടുന്ന ട്രെയിനുകളാണ്. ഓക്കെ, അതിന് തൊട്ട് താഴെ അതേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓർഡിനറി എന്നും അമൃത് ഭാരത് എന്നും കാണാം. നമ്മൾ ഓർഡിനറി ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, അതായത് പാസഞ്ചർ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് എങ്കിൽ ഈ ഓർഡിനറി സെലക്ട് ചെയ്യാം. അതല്ല അമൃത് ഭാരതിലാണെങ്കിൽ അതും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. തൽക്കാലം നമുക്കിവിടെ എക്സ്പ്രസ് എന്നതിൽ സെലക്ട് ചെയ്യാം. മെയിൽ/എക്സ്പ്രസ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ടിക്കറ്റ് ടൈപ്പ് ഓർഡർ ചെയ്ത് ജേണി എന്നുണ്ടാവും. പിന്നെ അഡൾട്ട് നമ്പർ അതൊന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കൺസെഷൻ ടിക്കറ്റ് ആണല്ലോ. താഴോട്ട് വരുമ്പോൾ അവയിൽ കൺസെഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഒരു പേജ് ഓപ്പൺ ആവും. അവിടെ ദിവ്യാംഗൻ കൺസെഷൻ എന്ന് കാണാം. ഒരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴെ ID കാർഡ് നമ്പർ അടിക്കാനുള്ളൊരു ഓപ്ഷൻ കാണാം. SRPGT അല്ലെങ്കിൽ SRTVC എന്ന് തുടങ്ങുന്ന നമ്പർ, അതവിടെ നമ്മൾ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ എൻ്റെ ID കാർഡ് നമ്പർ, അതായത് റെയിൽവേ ഇഷ്യൂ ചെയ്ത ഈ കാർഡിലെ നമ്പർ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ മറ്റൊരു എഡിറ്റ് ബോക്സ് കൂടെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൂടെ എസ്കോർട്ട് ഉണ്ട് എങ്കിൽ അവിടെ നമ്മുടെ ID കാർഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഇവിടെ എസ്കോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ താഴോട്ട് നമ്മൾ പോകുന്നു. അവിടെ പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മറ്റൊരു പേജിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം വിശദമായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അതായത് നമ്മുടെ കാർഡ് നമ്പർ, നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതോടൊപ്പം കാർഡിൻ്റെ വാലിഡിറ്റി, ഇത്രയും കാര്യങ്ങൾ, എവിടെ നിന്ന് എവിടേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എത്ര എമൗണ്ടാണ് ആവുക, എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാരംഗ് KT, ഏജ് കാണാം, കാർഡ് എക്സ്പയർഡ് ആവുന്ന ഡേറ്റ് കാണാം, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കിനി ടിക്കറ്റ് നേരിട്ട് എടുക്കാം. ഫെയർ വന്നിട്ട് 15 രൂപയാണെന്നതിൽ കാണാം. തൊട്ട് താഴെ ബുക്ക് നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓർക്കുക, വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും. ഇവിടെ വാലറ്റിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് UPI വഴി പേയ്മെൻറ്റ് ചെയ്യാം. UPയിൽ ക്ലിക്ക് ചെയ്യുന്നു. UPI ID എന്നും UPI ആപ്പ് എന്നും കാണുന്നുണ്ട്, അവിടെ ആപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. GPayയിൽ നമ്മൾ കയറുന്നു. ദാ 14.55 രൂപയാണ് ആയിട്ടുള്ളത്. 15 രൂപയാണ് എനിക്ക് തോന്നുന്നത്. റെയിൽ 1 ആപ്ലിക്കേഷനിൽ ആദ്യമായിട്ടാണ്, പുതിയ വന്നൊരു ആപ്ലിക്കേഷൻ ആണല്ലോ റെയിൽ 1, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പൈസ ഇളവ് ചെയ്ത് തരുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടാവാം ഇത്തരത്തിൽ കുറച്ച് പൈസ കുറവ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ഫോണിൽ വരും, അതായത് റെയിൽ 1 ആപ്ലിക്കേഷനിൽ ടിക്കറ്റായിട്ട് വരുന്നതാവും. ഞാനെന്താണെങ്കിലും പേ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ പേ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ടിക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നീട് റെയിൽ 1 ആപ്ലിക്കേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ മൈ ബുക്കിങ്സിൽ ഈ ടിക്കറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് റെയിൽ 1 ആപ്ലിക്കേഷൻ വഴി കൺസെഷൻ നിരക്കിൽ ടിക്കറ്റുകൾ എടുക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കാം, അല്ലെങ്കിൽ KFBയുടെ ഭാരവാഹികളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.